ഫസ്റ്റ് 5 മൊഡ്യൂൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 5 മൊഡ്യൂൾ എത്രത്തോളം നന്നായി പഠിക്കുന്നു അത്രയും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂടും. നമുക്കത് സർഫസ് പ്ലേറ്റ് നോക്കാം. സർഫസ് പ്ലേറ്റ് നമുക്കൊരു ഡാറ്റം പ്ലെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ സർഫസ് പ്ലേറ്റിൻ്റെ മുകൾ ഭാഗം പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. കാരണം എന്നാലേ അതൊരു ഡാറ്റം പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഫ്ലാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മാർക്കിങ്ങിലെല്ലാം വേരിയേഷൻസ് വരും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ഡാറ്റം സർഫസാണ്. ഒന്നിൻ്റെ പേര് സർഫസ് പ്ലേറ്റ്, രണ്ടാമത്തേത് മാർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾ. ഒന്ന് സർഫസ് പ്ലേറ്റ്, രണ്ടാമത്തെ ഡാറ്റ സർഫസായി ഉപയോഗിക്കുന്നത് മാർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾ. ഈ പേരിൽ നോക്കി നോക്കൂ, ഒന്ന് സർഫസ് പ്ലേറ്റ് ആണല്ലേ, പ്ലേറ്റ്. അപ്പോൾ ചെറിയ വർക്ക് പീസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സർഫസ് പ്ലേറ്റ് ആണ്. ഇനി മെഷീൻ ഷോപ്പിൽ വലിയ ഹെവി ജോബൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റിൽ വെക്കാൻ പറ്റുമോ? പ്ലേറ്റിൻ്റെ പുറത്ത് പോകത്തില്ലേ വലിയ ജോബൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഹെവി ജോബ്സിന് ഉപയോഗിക്കുന്നതാണ് മാർക്കിംഗ് ടേബിൾ. പേരിൽ കണ്ടോ, ടേബിൾ കണ്ടോ. അപ്പോൾ ഒന്ന് പ്ലേറ്റാണ് ചെറിയ വർക്ക്സിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് ഹെവി വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാർക്കിംഗ് ഓഫ് ടേബിൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി സർഫസ് പ്ലേറ്റിൻ്റെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം അവർ 2 മെറ്റീരിയലും ഉണ്ടാക്കും. ഒന്ന് ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കും, പിന്നെ ഒന്ന് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ. അത് നമുക്ക് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയണിൻ്റെ കാര്യം നോക്കാം. ഈ സർഫസ് പ്ലേറ്റ് നമ്മൾ മുകൾ ഭാഗം പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അത് മെഷീൻ ചെയ്യും, സ്ക്രാപ്പ് ചെയ്യും. പിന്നെ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ ആണ്. ആ കാസ്റ്റ് അയൺ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് റിലീവ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് എന്തെങ്കിലും ഡിസ്റ്റോർഷനൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ഫോഴ്സും എല്ലാം റിലീവ് ചെയ്യും. എല്ലാ സ്ട്രെസ്സും നമ്മൾ എന്ത് ചെയ്യും, റിലീവ് ചെയ്യും. ഇനി ദി അണ്ടർ സൈഡ് ഈസ് ഹെവിലി റിബിഡ് ടു പ്രൊവൈഡ് റിജിഡിറ്റി. ഈ ചിത്രം കണ്ടോ നിങ്ങൾ? അണ്ടർ സൈഡ് ഈസ് ഹെവിലി റിബിഡ് ടു പ്രൊവൈഡ് റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ റിബ്സ് എല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ടാവും. ഇനി 3 ലെഗാണ് ഇതിലുണ്ടാവുക. 3 പോയിൻ്റ് സസ്പെൻഷനാണ് ഉണ്ടാവുക. ഒരു ലെഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒരു ലെഗ് ഈ കോർണറിലും, ഒന്ന് ഈ കോർണറിലും. ഫോർ ദി പർപ്പസ് ഓഫ് സ്റ്റഡിനെസ് ആൻഡ് കൺവീനിയൻസ് ഇൻ ലെവലിംഗ് എ 3 പോയിൻ്റ് സസ്പെൻഷൻ ഈസ് ഗിവൺ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലെവൽ ചെയ്യാനും പിന്നെ സ്റ്റഡിനെസ്സിനെല്ലാം ഈ 3 പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറയ്ക്കെല്ലാം ട്രൈപോഡ് വെക്കുന്നത്. സ്മാൾ സർഫസ് പ്ലേറ്റ് ആ പ്ലേസ്ഡ് ഓൺ ബെഞ്ച്. ചെറിയ സർഫസ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ബെഞ്ചിൽ വെക്കാം. ഇനി ഇച്ചിരി കൂടി വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കണം. ഇനി രണ്ടാമത്തെ മെറ്റീരിയലാണ് സർഫസ് പ്ലേറ്റിൻ്റെ മെറ്റീരിയലാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഡെൻസ് ആൻഡ് സ്റ്റേബിൾ മെറ്റീരിയലാണ്. അവരെന്ത് ചെയ്യും, അവർ അക്യുറസി എല്ലാം റീറ്റേൺ ചെയ്യും. അവർക്ക് ഇൻഡൻറ്റേഷൻ സ്ക്രാച്ചസ് ഒന്നും വലിയ വിഷയമല്ല. ഇനി നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ 2 പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിലൊന്നാമത്തത് സർഫസ് പ്ലേറ്റ് നമ്മൾ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ 3 ഗ്രേഡ്സിൽ അവൈലബിൾ ആണ്. സർഫസ് പ്ലേറ്റ് 3 ഗ്രേഡിൽ അവൈലബിൾ ആണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. നമുക്ക് ഈ ഓർഡർ പോലെ തന്നെ ഗ്രേഡ് 1 ആണ് മോസ്റ്റ് അക്സെപ്റ്റബിൾ, കാരണം അതാണ് ഒന്നുകൂടി അക്യുറേറ്റ്. അപ്പോൾ ഗ്രേഡ് 1, 2, 3 നമുക്ക് ഒരുപാട് ഗ്രേഡ്സ് വരുന്നുണ്ട്. വി ബ്ലോക്കിൻ്റെയും അതുപോലെ സർഫസ് പ്ലേറ്റിൻ്റെ എല്ലാം ഗ്രേഡ് വരുന്നുണ്ട്. അപ്പോൾ സർഫസ് പ്ലേറ്റിൽ 3 ഗ്രേഡിലാണ് അവൈലബിൾ എന്ന് മറക്കാതെ പഠിച്ചു നോക്കുക. ഇതാണ് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി സ്പെസിഫിക്കേഷൻ, ഇതാണ് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ രണ്ടാമത്തെ കാര്യം. സർഫസ് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ലെങ്ത്, ആദ്യം അവർ നീളം എഴുതും, പിന്നെ വീതി എഴുതും, എന്നിട്ട് അവരെ ഗ്രേഡ് എഴുതും, ലാസ്റ്റ് ISI നമ്പറും കൂടി എഴുതും. നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് 2000 × 1000 ഗ്രേഡ് 1 IS നമ്പർ 2285. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുക, അവരുടെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഗ്രേഡ്, ISI നമ്പർ. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞ സർഫസ് പ്ലേറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരു ഡാറ്റ സർഫസാണ് മാർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾ. അതിലും 3 പോയിൻ്റ് സസ്പെൻഷനാണ് കൊടുക്കുക. ദീസ് ആർ ഹെവിലി റിബിഡ് കാസ്റ്റ് അയൺ ടേബിൾ. മെറ്റീരിയൽ എന്താണ്, കാസ്റ്റ് അയൺ. ഗ്രാനൈറ്റ് കൊണ്ട് മാർക്കിംഗ് ഓഫ് ടേബിൾ ഉണ്ടാക്കത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കാരണം ഗ്രാനൈറ്റ് വലിയൊരു പീസ് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. നോക്കിയാണോ, ദി ടോപ്പ് സർഫസ് ഇസ് അക്യുറേറ്റ്ലി മെഷീൻഡ് ഫ്ലാറ്റ് ആൻഡ് ദി സൈഡ്സ് സ്ക്വയർ. ആ സൈഡെല്ലാം നമ്മൾ പെർഫെക്റ്റ്ലി സ്ക്വയർ ആയിരിക്കും. ഇനി ക്യാരിങ് ഔട്ട് മാർക്കിംഗ് ഓൺ ഹെവി ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് മാർക്കിംഗ് ഓഫ് ടേബിൾ ഉണ്ടാക്കുക. ഇനി നമ്മൾ ഈ മാർക്കിംഗ് ഓഫ് ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ കാണുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യും. കണ്ടോ, എലോങ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. കാരണം നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന്
ഒന്ന് വർക്ക് പീസ് ഫിക്സ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ എഡ്ജിൽ നിന്ന് അളവെടുക്കുന്നതിനേക്കാളും നല്ലത് തൊട്ടടുത്ത പാരലൽ ലൈനിൽ നിന്ന് അളവെടുക്കുകയല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദീസ് ആർ യൂസ്ഡ് ഫോർ ക്യാരിങ് ഔട്ട് ഓൺ ഹെവി ദീസ് ലൈൻസ് ആർ ഗൈഡ്സ് ഫോർ നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ മാർക്ക് ചെയ്യും. ഇനി അടുത്താണ് നമ്മൾ ട്രൈ സ്ക്വയർ. ഞാനിത് മൊബൈൽ വ്യൂ ആയിട്ട് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും കാണാത്തത്. or certain type parallel lines are engraved in both direction at a set distance. നമ്മൾ പറഞ്ഞ അതാണ്, നമ്മൾ എന്ത് ചെയ്യും ഓരോ ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിട്ടിട്ട് എന്ത് ചെയ്യും ഈ മാർക്കിംഗ് ഓഫ് ടേബിൾ പാരലൽ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും മാർക്ക് ചെയ്യും. ഈ ലൈൻസ് ആണ് എന്ത് ചെയ്യുക ഒരു ഗൈഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യുക. ഈ മാർക്കിംഗ് ഓഫ് ടേബിളിൽ ലൈൻസ് കൊടുത്തിട്ടില്ല, ഇനി കാസ്റ്റ് ചെയ്യണ മാത്രമാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിൽ നമ്മൾ ആദ്യം നിമിയുടെ ബുക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ആ കാര്യം മാത്രം നോക്കാം. പക്ഷേ ട്രൈ സ്ക്വയർ ഒരുപാട് ടൈപ്പ് ട്രൈ സ്ക്വയർ ഉണ്ട്. ഇത് ട്രൈ സ്ക്വയർ കണ്ടോ. ഇനി ഇത് 90 ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ് അതിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ പേരാണ്, ഈ തന്നിരിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് മൈറ്റ് സ്ക്വയർ. അതായത് 45 ഡിഗ്രി അളവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കണ്ടോ ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ, ബ്ലേഡ് നോട്ട് സ്റ്റോക്ക് 45 ഡിഗ്രിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ സ്ക്വയർ 90 ഡിഗ്രി, മൈറ്റ് സ്ക്വയർ 45 ഡിഗ്രി. ഇനി ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് ട്രൈ ആൻഡ് മൈറ്റ് സ്ക്വയർ. രണ്ടിൻ്റെ പേരുണ്ടല്ലേ കണ്ടോ. ഈ ഒരു സ്റ്റോക്കും ഈ ഒരു ബ്ലേഡും തമ്മിൽ കണ്ടോ 90 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ കണ്ടോ ചെറിയൊരു ഇൻക്ലൈൻഡ് സർഫസ് കണ്ടോ, ഇത് എത്രയാണ്, ഇത് 45 ഡിഗ്രിയാണ്. ഇനി ഈ ചിത്രം നോക്കി നോക്കാൻ നമുക്ക് മനസ്സിലാവും കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ട്രൈ ആൻഡ് മൈറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം 45 ഡിഗ്രിയും 90 ഡിഗ്രിയും 135 ഡിഗ്രിയും നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാം. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വുഡൻ ട്രൈ സ്ക്വയർ കൂടി ഉണ്ട്, നിങ്ങൾ അതും കൂടി നോക്കി വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി പറയും. നിങ്ങൾ ഡീസൽ മെക്കാനിക്കലിൻ്റെ ബുക്കിൽ ട്രൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫിഗർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളോട് ഉണ്ട് നിങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. The tri-square is a precision instrument which is used to check squareness angle of 90 degree of a surface. അതിൻ്റെ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൻ്റെ ഭാഗത്തിൻ്റെ ലെങ്ത് കൊണ്ടാണ് ട്രൈ സ്ക്വയറിനെ സ്പെസിഫൈ ചെയ്യാമെന്ന് PSC കാലാകാലങ്ങളായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. ബ്ലേഡ് കണ്ടോ, ഇത് ഒരു ഹാൻഡിലിൻ്റെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇച്ചിരി കൂടി കട്ടി കൂടിയ സ്റ്റോക്കിലേക്കാണ് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, ദി അക്യുറസി കണ്ടോ. അക്യുറസി എന്ന് പറയുന്നത് 0.20 ഉണ്ട് കേട്ടോ, 0.02 mm/10 mm ലെങ്ത്. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ കൊടുക്കാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യും 0.002 mm/cm ലെങ്ത് എന്ന് കണ്ടിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ യൂസ് നമുക്ക് നോക്കി വെക്കാം. കണ്ടോ ഒരു യൂസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യണത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഈ ചിത്രത്തിലുണ്ടോ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് ലൈൻസ് ഈ ഒരു എഡ്ജിനോട് 90 ഡിഗ്രി എന്ത് ചെയ്യാം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ചിത്രം ചിലർക്ക് കൺഫ്യൂഷൻ ആവും. നമ്മുടെ വയസ്സ് ഉണ്ടല്ലോ, വയസ്സ് വല്ലാണ്ട് ടൈറ്റ് ചെയ്തില്ല, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് 90 ഡിഗ്രി വർക്ക് പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഉപയോഗിക്കാം. കണ്ടോ ഇവിടെ ട്രൈ സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു വുഡൻ മാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാമ്പ് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തില്ല, ചെറിയൊരു ടൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും ഇത് കംപ്ലീറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ ക്ലാമ്പ് കംപ്ലീറ്റ് ടൈറ്റ് ആക്കത്തുള്ളൂ, വയസ്സ് കംപ്ലീറ്റ് ടൈറ്റ് ആക്കത്തുള്ളൂ. ഇനി ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ട്രൈ സ്ക്വയർ ഉണ്ടാക്കുക. നമുക്കതിൻ്റെ കളർ കാണുമ്പോൾ കാസ്റ്റ് ചെയ്യണമാണ് എന്നൊക്കെ തോന്നും, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ട്രൈ സ്ക്വയർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ട്രൈ സ്ക്വയർ ഇസ് സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ലെങ്ത് ഓഫ് ദി ബ്ലേഡ്. ഇതാണ് ബ്ലേഡ്, ഈ ഹാൻഡിലിൻ്റെ ഭാഗം സ്റ്റോക്ക്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ ട്രൈ സ്ക്വയർ സ്പെസിഫൈ ചെയ്യുക. നമ്മൾ ചെറിയ ട്രൈ സ്ക്വയർ കണ്ടിട്ടുണ്ടല്ലേ, അത് എത്രയാണ് 10 സെൻറ്റിമീറ്റർ ലെങ്ത്താണ്. പിന്നെ കുറച്ചും കൂടി വലുത് 15 സെൻറ്റിമീറ്റർ, ലാസ്റ്റ് 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ട്രൈ സ്ക്വയർ അവൈലബിൾ ആണ്. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി സ്റ്റീൽ റോൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്യാം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കാലിപ്പേഴ്സ്. ഞാൻ മൊബൈൽ വ്യൂ ഓൺ ആക്കുന്നില്ല, മൊബൈൽ വ്യൂ ഓൺ ആക്കി ചില കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണം. ക്ലാസിഫിക്കേഷൻ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം.
ഒന്ന് ടൈപ്സ് ഓഫ് ജോയിൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത് വരുന്നതാണ് ഫേം ജോയിൻറ്റും സ്പ്രിങ് ജോയിൻറ്റും. ഫേം ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ അടിച്ച മാതിരി ഈ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ കണ്ടോ. രണ്ടാമത്തെയാണ് സ്പ്രിങ് ജോയിൻറ്റ്. സ്പ്രിങ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ സ്പ്രിങ് അങ്ങോട്ട് നിവർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും അല്ലേ. കണ്ടോ അവിടെ അതേപോലെ ഒരു സ്പ്രിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്പ്രിങ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് നോക്കി വെക്കാം. ആദ്യം കാലിപ്പേഴ്സ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ലെഗ്. ലെഗിൻ്റെ ഷേപ്പ് ഇതാണ് ലെഗ്. ഈ ലെഗ് കണ്ടോ, ഈ ലെഗ് ഇപ്പോൾ ഉള്ളിലോട്ട് വളർന്നിരിക്കല്ലേ, ചിലത് പുറത്തോട്ട് വളർന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഷേപ്പ് ഓഫ് ലെഗിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ജോയിൻറ്റിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ കാലിപ്പേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് ലെഗ് ആൻഡ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. ഏതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എന്താണ് ഫേം ജോയിൻറ്റും സ്പ്രിങ് ജോയിൻറ്റും. നമ്മൾ ചിത്രം കണ്ടു അല്ലേ. ആദ്യം ഫേം ജോയിൻറ്റ്. ബോത്ത് ലെഗ്സ് ആർ പിവറ്റഡ് അറ്റ് വൺ എൻഡ്. കണ്ടോ ഒരു പിവറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടു ടേക്ക് എന്ത് നമുക്ക് എന്ത് ചെയ്യാം, നെട്ടും ബോൾട്ടോ റിവറ്റ് ആവാം, നമ്മൾ സാധാ ജോമെട്രി ബോക്സിൽ കാണുന്ന മാതിരിയുള്ള ഐറ്റം എല്ലാം ആവാം. നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കൈകൊണ്ട് ഈ രണ്ട് ഭാഗം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ലൈറ്റ്ലി വുഡൻ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. എന്നാലാണ് ഇത് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. പക്ഷേ സ്പ്രിങ് ജോയിൻറ്റ് ഒന്നുകൂടി കൺവീനിയൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ദി ലെഗ്സ് ആർ അസംബിൾഡ് ബൈ മീൻസ് ഓഫ് എ പിവറ്റ് ലോഡഡ് വിത്ത് എ സ്പ്രിങ്. കണ്ടോ ഒരു പിവറ്റ് ഉണ്ട്, പക്ഷെ അതിന് ഒരു സ്പ്രിങ് കൂടി അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദി കാലിപ്പർ ലെഗ് എ സ്ക്രൂ ആൻഡ് നെറ്റ് ആർ പ്രൊവൈഡഡ്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്, ഈ ഒരു നെറ്റ്. ഒരു സ്ക്രൂവും കൊടുത്തിട്ടുണ്ട്, കണ്ടോ സ്ക്രൂ കോഡും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ഗുണമാണ് PSC ചോദിച്ചിട്ടുള്ളത്. ക്വിക്ക് സെറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ് ചോദിക്കും. ഏതാണ് ഫേം ജോയിൻ്റ് ആണോ സ്പ്രിങ് ജോയിൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. ഏതാണ് സ്പ്രിങ് ജോയിൻറ്റ് ക്വിക്ക് സെറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ നെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത സെറ്റിംഗ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറാൻ പോകുന്നില്ല. ദി സെറ്റിംഗ് മെയ്ഡ് വിൽ നോട്ട് ചേഞ്ച് അൺലെസ് ദി നെറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ആ നെറ്റ് പിന്നീട് തിരിക്കുന്നത് വരെ എന്ത് ചെയ്യും, ആ അളവ് അതുപോലെ തന്നെ നമുക്ക് നിൽക്കും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ട്രൈസ്കോറിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ്, ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ആണ്. അതുപോലെ തന്നെ കാലിപ്പേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഇറ്റ്സ് ലെങ്ത് ആണ്. ഇതാർക്കും ഡൗട്ട് ഉണ്ടാവില്ല. പക്ഷേ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടുന്ന് മുതൽ ഇതുവരെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ജിയോമെട്രി ബോക്സിലൊക്കെ ഇവിടുന്ന് ഒരു കറുത്ത കാലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അങ്ങനെയല്ല. ദി ലെങ്ത് വിച്ച് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പിവറ്റ് സെൻറ്റർ, പിവറ്റിൻ്റെ സെൻറ്റർ മുതൽ ടിപ്പ് ഓഫ് ദി ലെഗ്, കണ്ടോ ഈ ലെഗ് വരെ, ഇതാണ് നമ്മുടെ കാലിപ്പറിൻ്റെ ലെങ്ത്ത്. ഒരിക്കലും മാറിപ്പോകരുത്. നമ്മുടെ ജിയോമെട്രി ബോക്സിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ പിവറ്റ് കഴിഞ്ഞിട്ട് ഒരു കറുത്ത ലെഗൊക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ. അപ്പോൾ കാലിപ്പേഴ്സ് സ്പെസിഫൈഡ് ബൈ ലെങ്ത്, ട്രൈ സ്ക്വയർ സ്പെസിഫൈഡ് ബൈ എന്താണ്, സൈസ് ഓഫ് ബ്ലേഡ്. ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി 0.20 മില്ലിമീറ്റർ പെർ 10 മില്ലിമീറ്റർ ലെങ്ത്. ഓക്കെ ആണ് വിചാരിക്കുന്നത്. ദി അക്യൂറസി ഓഫ് ദി മെഷർമെൻറ്റ് ടേക്കൺ ഡിപ്പെൻഡ് അപ്പോൺ ദി മച്ച് ഓൺ ദി സെൻസ് ഓഫ് ഫീൽ ഓഫ് ടച്ച്. അത് നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ നമ്മൾ വരക്കുമ്പോൾ സ്കെയിലിൽ അളവെടുക്കുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് ഫീലല്ല, ആ ടച്ചിൻ്റെ ഫീലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അക്യൂറസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു, ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എന്തൊക്കെയായിരുന്നു പഠിച്ച്, ഫേം ജോയിൻറ്റ് സ്പ്രിങ് ജോയിൻറ്റ്. രണ്ടാമത്തെ ഏതാണ്, ടൈപ്പ് ഓഫ് ലെഗ്. എന്തായിരിക്കും, ഈ ഒരു ചിത്രം മാത്രം നിങ്ങൾ നോക്കുക. കണ്ടോ ഔട്ട്സൈഡ് കാലിപ്പർ കൊണ്ട് ഇൻസൈഡ് കാലിപ്പർ കൊണ്ട്. Outside and inside calipers are differentiated by the shape of the leg. Calipers used for outside measurement are known as outside caliper. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ലെഗ് ഇങ്ങനെ ഉള്ളിലോട്ട് വളർന്നിരിക്കുകയാണല്ലോ, അപ്പോൾ അത് ഇൻസൈഡ് കാലിപ്പറാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആൻസർ തെറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ലെഗ് പുറത്തോട്ട് വളഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സ്റ്റേണൽ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും വെർനിയർ കാലിപ്പർ കണ്ടവരല്ലേ, അതിനെന്തുണ്ട്, ഫിക്സഡ് ജോയിൻറ്റ്, മൂവബിൾ ജോയിൻറ്റ്. അതുപോലെ തന്നെ അതേ ജോസിന് എന്തുണ്ട്, ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. അതേ ഒരു ഉദാഹരണമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ലെഗ്സ് ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ചിത്രത്തിൻ്റെ മാതിരി എന്തിനാണ് ഉപയോഗിക്കുക, ഔട്ട്സൈഡ് മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിനെന്ത് വിളിക്കും, ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് വിളിക്കും. കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് ആർ നോൺ ആസ് ഔട്ട്സൈഡ് കാലിപ്പർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിപ്പോൾ എനിക്കിപ്പോൾ ഒരു സർക്കിളിൽ ഇവിടെ എനിക്കൊരു വളമുണ്ട് എഴുതിക്കും.
അല്ലെങ്കിൽ മോതിരമുണ്ട് കരുതിക്കോ, അതിൻ്റെ ഉള്ളിൽ അളവെടുക്കണം എന്ന് നമുക്ക് ഇതിനെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്തില്ല, ആ വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ലെഗിൻ്റെ ഈ ഷേപ്പ് കാരണം ഒരിക്കലും ഇറങ്ങത്തില്ല. അപ്പോൾ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് എടുക്കുന്നത് ഔട്ട്സൈഡ് കാലിപ്പർ, ഒരിക്കലും മാറിപ്പോകരുത്. ദി കാലിപ്പേഴ്സ് യൂസ്ഡ് ബി ഇൻറ്റേർണൽ മെഷർമെൻറ്റ് ആർ നോൺ ആസ് ഇൻസൈഡ് കാലിപ്പേഴ്സ്. ഇൻറ്റേർണൽ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നത് ഇൻസൈഡ് കാലിപ്പറാണ്. കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റീൽ റൂൾ. ദി അക്യൂറസി ഈസ് ലിമിറ്റഡ് ടു 0.5 mm. കാലിപ്പർ നമ്മൾ നമുക്കുള്ള സ്കൂളിൽ നമ്മൾ കണ്ട തന്നെ അല്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ വെക്കും, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ അളവെടുക്കുക. അതുപോലെ തന്നെ കാലിപ്പേഴ്സിൽ നമ്മൾ എന്താണ്, സ്റ്റീൽ റൂളാണ് ഉപയോഗിക്കുക. സ്റ്റീൽ റൂളിൻ്റെ അക്യൂറസിനെ ആയിരിക്കും അപ്പോൾ എന്തിന്, നമ്മൾ കാലിപ്പേഴ്സിനും അക്യൂറസി എത്രയാണ്, ലിമിറ്റഡ് ടു 0.5 mm ആണ്. മാത്രമല്ല അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പാരലസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇതിൻ്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാലിപ്പറാണ് ജെന്നി കാലിപ്പർ. ജെന്നി കാലിപ്പറിൻ്റെ അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അതിന് ഒരുപാട് പേരുകളുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 ടൈപ്പ് ലെഗ് ഉണ്ട്, അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജെന്നി കാലിപ്പർ മറ്റൊരു തരം കാലിപ്പറാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു സ്പെഷ്യൽ കാലിപ്പറാണെന്ന് വിചാരിക്കുക. എന്തിനാണ് ഉപയോഗിക്കുക, മാർക്കിങ്ങിന് ഉപയോഗിക്കും, ലേ ഔട്ട് വർക്കിന് ഉപയോഗിക്കും. ഇതിൻ്റെ 3-4 പേരുകളുണ്ട്, നമുക്ക് പഠിച്ചു വെക്കുക. ഫസ്റ്റ് എന്താണ്, ജെന്നി കാലിപ്പർ. രണ്ടാമത്തെ എന്താണ്, ഹെർമഫ്രോഡൈറ്റ് കാലിപ്പേഴ്സ്. മൂന്നാമത്തെ ഓഡ് ലെഗ് കാലിപ്പർ അല്ലെങ്കിൽ ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ. എന്തൊക്കെയായിരുന്നു, ജെന്നി, ഹെർമഫ്രോഡൈറ്റ്, ഓഡ് ലെഗ് ആൻഡ് ലെഗ് ആൻഡ് പോയിൻ്റ്. 4 പേരുണ്ട്. ഓഡ് ലെഗ് ഒരു ലെഗുള്ളൂ. പിന്നെ ലെഗ് ആൻഡ് പോയിൻ്റ്, ഒരു ലെഗും ഒരു പോയിൻറ്റും, അല്ലെങ്കിൽ ഹെർമഫ്രോഡൈറ്റ് അല്ലെങ്കിൽ ജെന്നി. ജെന്നി കാലിപ്പേഴ്സ് ഹാവ് ഓൺലി 1 ലെഗ് വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിൻ്റ്. ഈ ഡിവൈഡർ പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഔട്ട്സൈഡ് അഡ്ജസ്റ്റ് ആൻഡ് ഫോർ ലൊക്കേറ്റിംഗ് ദി ഇവിടുന്ന് കേട്ടോ. വൈൽ ദി അതർ ഈസ് എ ബെൻഡ് ലെഗ്. മറ്റേ ലെഗ് കണ്ടോ നിങ്ങൾ, ബെൻഡ് ചെയ്ത് കണ്ടോ, ബെൻഡ് ലെഗ്. ദി ലെഗ് ആ ജോയിൻറ്റ് ടുഗദർ ടു മേക്ക് എ ഫേം ജോയിൻറ്റ്. എന്തിരിക്കും, ഒരു ഫേം ജോയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുക, സ്പ്രിങ് ജോയിൻ്റ് അല്ല. മനസ്സിലായോ എന്താണ്, സ്പ്രിങ് ജോയിൻ്റ് അല്ല, അവിടെ ഫേം ജോയിൻ്റ് ആണ്. അപ്പോൾ ജെന്നി, ഹെർമഫ്രോഡൈറ്റ്, ഓഡ് ലെഗ്, ലെഗ് ആൻഡ് പോയിൻ്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേസ്. ഇനി അടുത്തത്, ഈ ഒരു കേസും PSC ചോദിക്കാറുണ്ട്. ജെന്നി കാലിപ്പറിൻ്റെ യൂസ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്. നമുക്ക് ഇൻസൈഡ് എഡ്ജസ്, എനിക്കിപ്പോൾ ഒരു കീവേ ഉണ്ട് കരുതിക്കോ, ആ കീവേയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസൈഡ് മാർക്കിങ്ങിന് ഉപയോഗിക്കാം, ഔട്ട്സൈഡ് മാർക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സിൽ ഷേപ്പ് ഓഫ് ലെഗ് വെച്ചു അല്ലേ, ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ. ലെഗ് ഉള്ളിലോട്ട് വളഞ്ഞിക്കുകയാണെങ്കിൽ അതിനെ ഔട്ട്സൈഡ് എന്ന് വിളിക്കും, ലെഗ് പുറത്തോട്ട് വളഞ്ഞിക്കുകയാണെങ്കിൽ ഇൻസൈഡ് എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ ജെന്നി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും നമുക്ക് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതിൽ പിന്നെ രണ്ടാമത്തെയാണ് ഫോർ ലൊക്കേറ്റിംഗ് ദി സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ. ഇത് PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു റൗണ്ട് ഷാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരാണ്, ജെന്നി. ഇനി ദീസ് കാലിപ്പേഴ്സ് ഞാൻ പറഞ്ഞു 2 ലെഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്. ഒന്ന് യൂഷ്വൽ ബെൻഡ് ലെഗ് അല്ലെങ്കിൽ വിത്ത് എ ഹീൽ. ഇനി ഈ ഒരു ചിത്രം നോക്കി നോക്കും നിങ്ങൾ, ഈ ഒരു ബെൻഡ് ലെഗ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ബെൻഡ് ലെഗ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ടോ, ആ സ്റ്റെപ്പിന് പാരലായിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഇവിടെ ലൈന് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു ഹീല് കണ്ടോ, നിങ്ങളൊരു ഹീല് കണ്ടോ, ഇങ്ങനെ ഒരു ഭാഗം കണ്ടോ, ഈ ഹീലുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഹീല് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർഫസിനെ വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. അത് ഒന്ന് ഇൻസൈഡാണ്, ഒന്ന് ഔട്ട് സൈഡാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ദി കാലിപ്പേഴ്സ് വിത്ത് ഓർഡിനറി ബെൻഡ് ലെഗ്, ഈ ഒരു ചിത്രം കേട്ടോ, ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ് പാരലൽ അലോങ് ആൻഡ് ഇൻസൈഡ് എഡ്ജ് അല്ലേ. ഇതൊരു ഇൻസൈഡ് എഡ്ജ് അല്ലേ, ആ ഇൻസൈഡ് അലോങ്ങിനായിട്ട് എന്ത് ചെയ്യുക, പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബെൻഡ് ലെഗ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഹീൽ ടൈപ്പ് ആണെങ്കിൽ, ഈ ഹീൽ ടൈപ്പ് ആണെങ്കിൽ ഈസ് യൂസ്ഡ് ടു ഡ്രോയിങ് പാരലൽ ലൈൻ അലോങ് ഔട്ടർ എഡ്ജ് അല്ലേ. ഇതൊരു ഔട്ടർ എഡ്ജ് അല്ലേ, അതുകൊണ്ടാണ് ഔട്ടർ എഡ്ജ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത്. അല്ലെ ഇവിടെ വെച്ച് നോക്കി നോക്കൂ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഹീല് നേരെ ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ അങ്ങനെ പാരലൽ വരില്ലേ. അപ്പോൾ ഔട്ട് സൈഡിന് ഉപയോഗിക്കുന്ന ഏതാണ്, ഹീൽ ടൈപ്പ്. ഏതാണ് ഹീൽ ടൈപ്പ്, ഈ ചിത്രം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹീൽ ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട് സൈഡ്. ബെൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ബെൻഡല്ലേ, ഉള്ളിലോട്ടല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഇൻസൈഡ് കാലിപ്പോൾ നോക്കി നോക്കാം. ഇൻസൈഡ് കാലിപ്പോൾ കണ്ടോ നിങ്ങൾ, കണ്ടോ ബെൻഡ് എങ്ങോട്ടാ, കണ്ടോ ഇങ്ങനെയല്ലേ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇൻസൈഡ് അളവെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാം, ജെന്നി കാലിപ്പോൾ ഒന്ന് ചെരിച്ച് പിടിക്കണം, ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിക്കണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇനി ഇതാ ചിത്രം കണ്ടോ നിങ്ങൾ, ഇത് ഏത് ടൈപ്പാണ്,
ഹീൽ ടൈപ്പ് കണ്ടോ, എക്സ്റ്റേണൽ എഡ്ജിന് പാരലായിട്ട് നമ്മളിത് മാർക്ക് ചെയ്യുന്നു. ജെനി കാലിപ്പേഴ്സ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് അലോങ് കർവ്ഡ് എഡ്ജ്. ഇങ്ങനെ ഹീൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവ്ഡ് എഡ്ജിലും ഇതേപോലെ മാർക്ക് ചെയ്തൂടെ, ഒരു കുഴപ്പമില്ലല്ലോ. വൈൽ സെറ്റിംഗ് ഡയമെൻഷൻസ് ആൻഡ് സ്ക്രൈബിംഗ് ലൈൻസ് ബോത്ത് ലെഗ്സ് ഷുഡ് ബി ഈക്വൽ ലെങ്ത്. രണ്ട് ലെഗും എന്തായിരിക്കണം, ഈക്വൽ ലെങ്ത് ആയിരിക്കണം. ഇതാണ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ളത്. കണ്ടോ ഇൻസൈഡ് കർവിനൊക്കെ അനുസരിച്ച് ഉണ്ടോ. ഇതേതാ ഉപയോഗിക്കുക, ബെൻഡ് ലെഗ് ഉപയോഗിക്കുക. ഇൻസൈഡിൻ്റെ അളവൊക്കെ എങ്ങനെ ഉപയോഗിക്കുക, ബെൻഡ് ലെഗ് ഉപയോഗിക്കുക. വൈൽ സെറ്റിംഗ് ഡയമെൻഷൻസ് ഫോർ അക്യുറേറ്റ് സെറ്റിംഗ് ദി ജെന്നി കാലിപ്പർ പോയിന്റ് ഷുഡ് ക്ലിക്ക് ഓൺ ദി ഗ്രാജുവേഷൻ. എന്തായിരിക്കണം, ഈ പോയിന്റ് എന്തായിരിക്കണം, ആ ഗ്രാജുവേഷനിൽ അമർന്നിരിക്കണം, ക്ലിക്ക് ചെയ്തിരിക്കണം. ഇനി അടുത്തതാണ് ഡിവൈഡർ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചത് ട്രൈ സ്ക്വയർ. നമ്മൾ പഠിച്ചത് ഡാറ്റ സർഫസിനുള്ള സർഫസ് പ്ലേറ്റ് ആണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു മാർക്കിംഗ് ഓഫ് ടേബിൾ ഉണ്ട്, സർഫസ് പ്ലേറ്റ് ഉണ്ട്. അതിൽ സർഫസ് പ്ലേറ്റിൻ്റെ പേസ് നമ്മൾ പറഞ്ഞു കാസ്റ്റ് ആണ്, ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് ആണ്, സ്ട്രെസ് റിലീവ്ഡ് ആണ്, അണ്ടർ സൈഡ് ഹെവിലി റിബ്ഡ് ആണ്, മുകൾ ഭാഗം ഫ്ലാറ്റ് ആൻഡ് സ്ക്രാപ്പ്ഡ് ആണ്. ഓക്കെ ആണോ? അതിൻ്റെ മറ്റേ ഒരു കാര്യം കൂടി പഠിച്ചില്ലേ, അതിൻ്റെ ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ മറ്റൊരു മെറ്റീരിയൽ. പിന്നെ ചെറിയ ലൈറ്റ് വർക്കുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് 3 ഗ്രേഡ്സ് ഉണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 ആണ് കൂടുതൽ അക്സെപ്റ്റബിൾ. ഇനി ഒന്നുകൂടി ഹെവി വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർക്കിംഗ് ഓഫ് ടേബിൾ. അതെന്താണ്, കാസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുക. 3 പോയിൻ്റ് സസ്പെൻഷൻ അതിനും ഉണ്ടാവും. ഹെവി റിബ്സ് അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പഠിച്ചത് ട്രൈ സ്ക്വയർ ആണ്. ട്രൈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ബുക്കിൽ കണ്ടു, ട്രൈ സ്ക്വയർ കണ്ടു, മൈറ്റ് സ്ക്വയർ കണ്ടു, ട്രൈ ആൻഡ് മൈറ്റ് സ്ക്വയർ കണ്ടു അല്ലേ. പിന്നെ ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി 0.002 മില്ലിമീറ്റർ പെർ 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ച്, നമ്മൾ സ്ക്രൈബേഴ്സ് പഠിച്ച്. സ്ക്രൈബേഴ്സ് അല്ല, നമ്മുടെ ജെന്നി കാലിപ്പറും കാലിപ്പേഴ്സും പഠിച്ചു. സ്ക്രൈബേഴ്സും സ്ക്രാപ്പേഴ്സും ഉണ്ട് കേട്ടോ. അതിനാണ് എന്ത് ചെയ്യുക, ലാസ്റ്റ് എടുക്കാം. സ്ക്രൈബേഴ്സ് ഈ ബുക്കിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിവൈഡേഴ്സ്, നമ്മൾ ജോമെട്രി ബോക്സിൽ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സാധനമാണത്, ഡിവൈഡേഴ്സ്. പേര് പോലെ തന്നെ എന്തിനാണ് ഉപയോഗിക്കുക, നമുക്ക് ആകെ അറിയുന്നത് എന്താ, ട്രാൻസ്ഫറിങ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ സ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ ചിത്രം കണ്ടോ, സർക്കിൾ സ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുക. സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിനെ ഈക്വലായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതും 2 ടൈപ്പ് അവൈലബിൾ ആണ്, ഫേം ജോയിൻറ്റും സ്പ്രിങ് ജോയിൻറ്റും. ഓക്കെ ആണോ? ഇനി എങ്ങനെയാണ് ഇത് അളക്കുക, നമ്മൾ സ്റ്റീൽ റൂള് ൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡർ ഉപയോഗിക്കുക. 2 ചിത്രം നിങ്ങൾ നോക്കി നോക്കുക. ഇനി അടുത്തത്, യൂഷ്വലി നമ്മുടെ ഡിവൈഡേഴ്സിൻ്റെ സൈസ് എങ്ങനെയാണ്, 50 മില്ലിമീറ്റർ മുതൽ 200 മില്ലിമീറ്റർ വരെയാണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ടു ദി സെൻറ്റർ ഓഫ് ദി ഫൾക്കം ഇത് ദി സൈസ് ഓഫ് ദി ഡിവൈഡർ. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സെൻറ്റർ ഓഫ് ദി ഫൾക്കം മുതൽ ഇതിൻ്റെ ലെങ്ത്ത് വരെയാണിത്, പോയിന്റ് ലെങ്ത്ത് വരെയാണിത്. ഇതിൻ്റെയും സ്ക്രൈബേഴ്സ് എന്ന് എൻ്റെ മനസ്സിൽ വരിക കേട്ടോ എപ്പോഴും. കാലിപ്പേഴ്സിൻ്റെ ലെങ്ത്തും നമ്മുടെ ഡിവൈഡറിൻ്റെ ലെങ്ത്തും പിവറ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് വരെയാണ്. ഇനി ഇതിൻ്റെ പാർട്സുകൾ നോക്കിക്കോട്ടോ. ലെഗ് കണ്ടോ നിങ്ങൾ, സൈസ് കണ്ടോ. പിവറ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ സൈസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സൂം ചെയ്യണം, കണ്ടോ. പിവറ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് പോയിൻറ്റിൻ്റെ അതുവരെ സൈസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പെഗ്ഗൊക്കെ ഉണ്ട്, നമ്മളെന്ത് ഈ പെഗ്ഗിൽ നിന്നൊന്നും ലെങ്ത്തായിട്ട് എടുക്കത്തില്ല. സ്പ്രിങ് കണ്ടോ നിങ്ങൾ, പിന്നെ ഫൽക്കം ഉണ്ട്, പിന്നെ നമ്മൾ നേൾഡ് നെറ്റ് ഉണ്ട്. ഇനി അടുത്തൊരു പോയിൻ്റാണ് PSC പോയിൻ്റ് ഓഫ് വ്യൂ. അടുത്ത പഞ്ചിൻ്റെ കേസിലും ഡിവൈഡറിൻ്റെ കേസിലും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രിക് പഞ്ച് 30 ഡിഗ്രിയുടെ പ്രിക് പഞ്ചാണ് നമ്മൾ ഡിവൈഡറിൻ്റെ പോയിൻ്റ് കറക്റ്റ് ആ വർക്ക് പീസിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുക. നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 90 ഡിഗ്രി സെൻറ്റർ പഞ്ചാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ആ ഡിവൈഡർ അവിടെ തെന്നിപ്പോവും. നമ്മൾ വട്ടം വരയ്ക്കുമ്പോഴേക്കും ആ പഴയ പൊസിഷനിൽ നമ്മൾ മാറിപ്പോവും. ബോത്ത് ദി ലെഗ്സ് ഓഫ് ദി ഡിവൈഡർ ഷുഡ് ഓൾവേസ് ബി ഓഫ് ഈക്വൽ ലെങ്ത്. 2 ലെഗ് എന്തായിരിക്കണം, ഈക്വൽ ലെങ്ത് ആയിരിക്കണം, അല്ലെങ്കിൽ അളവ് മാറിപ്പോവില്ലേ. സിമ്പിളാണ്. അടുത്തത്, സ്പെസിഫൈഡ് ബൈ ദി ടൈപ്പ് ഓഫ് ദ ജോയിൻറ്റ് ആൻഡ് ലെങ്ത് അല്ലേ. ഇതും ഇമ്പോർട്ടൻറ്റ്, PSC പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് നടക്കും ഷാർപ്പൺ ചെയ്യണം. അത് ഓയിൽ സ്റ്റോൺ കൊണ്ട് ഷാർപ്പൺ ചെയ്യലാണ് ഒന്നും കൂടി ബെറ്റർ.
ഗ്രൈൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓയിൽ സ്റ്റോണാണ്. ഇനി അടുത്തതാണ് സർഫസ് ഗേജ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സർഫസ് ഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ചിത്രം കണ്ടു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സർഫസ് ഗേജ് എന്ന് പറയുമ്പോൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്കറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക? നമ്മൾ ലെയ്ത്ത് വർക്കിലൊക്കെ കോമൺ ആയിട്ട് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ? നമുക്ക് നോക്കി നോക്കാം. ദി സർഫസ് ഗേജ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ മാർക്കിംഗ് ടൂൾ. ഏതാണ്? മാർക്കിംഗ് ടൂളാണ്. യൂസ് ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു എ ഡാറ്റം സർഫസ്. നമുക്കിപ്പോൾ ഡാറ്റം സർഫസ് നമ്മൾ 2 പഠിച്ചു. ഏതൊക്കെയാണ് പേര്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ആ പേര് കിട്ടും. ഏതൊക്കെയാണ്? മാർക്കിംഗ് ഓഫ് ടേബിളും സർഫസ് പ്ലേറ്റും, അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ്, അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ സർഫസ് പ്ലേറ്റ്, അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ മാർക്കിംഗ് ഓഫ് ടേബിൾ. അതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ വെച്ചിട്ട് പാരലായിട്ട് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്? സർഫസ് ഗേജ്. ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഗേജ് ആർ 2 ടൈപ്പ്. ഒന്ന് ഫിക്സഡ്, ഒന്ന് യൂണിവേഴ്സൽ. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ഫ്ലാറ്റ് ഉണ്ടാവും, അടിഭാഗം ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും. പോസ്റ്റ് അല്ല അതിൻ്റെ പേര്. പിന്നെ ഒരു മാർക്കിങ്ങിൻ്റെ സ്ക്രൈബൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഫിക്സഡ് ടൈപ്പ്. സെറ്റിംഗ് ജോബ്സ് ഓൺ മെഷീൻസ് പാരലൽ ടു എ ഡാറ്റ സർഫസ്. നമ്മൾ പഠിച്ചു അല്ലേ? ചെക്കിംഗ് ദി ഹൈറ്റ് ആൻഡ് പാരലൽസം ഓഫ് ജോബിൻ്റെ പാരലൽസം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് ഗേജ് ഉപയോഗിക്കാം. സെറ്റിംഗ് ജോബ് കോൺസെൻട്രേറ്റ് ടു മെഷീൻ സ്പിൻഡിൽ. നമ്മൾ ലെയ്ത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ലെയ്ത്തിൻ്റെ ആപ്ലിക്കേഷൻ ഏതാ? ഈ പറയുന്നതാണ് അല്ലേ? ലെയ്ത്തിൻ്റെ ലൈവ് സെൻറ്ററിന് അല്ലെങ്കിൽ സ്പിൻഡിലിന് പക്ക കോൺസെൻട്രേറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കൂലേ? ദി ഫിക്സഡ് ടൈപ്സ് ഓഫ് സർഫസ് ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ഹെവി ഫ്ലാറ്റ് ബേസ് ആൻഡ് എ സ്പിൻഡിൽ. ഈ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് പോലെ. അതെന്തായാലും നേരെ അപ്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ ബേസിനോട്, ഫ്ലാറ്റ് ബേസിനോട് ഘടിപ്പിക്കുക. ടു വിച്ച് എ സ്ക്രൈബർ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ സ്നഗ് ആൻഡ് ക്ലാംനെറ്റ്. ഈ പാർട്സ് എല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് സ്നഗ്, എന്താണ് ക്ലാംനെറ്റ് നമുക്ക് ഡൗട്ട് വരില്ല. ഹെവി ഫ്ലാറ്റ് ബേസ് നമുക്ക് ഡൗട്ട് വരില്ല. പിന്നെ എന്താ ഡൗട്ട് വരിക? സ്പിൻഡിൽ ഡൗട്ട് വരും, അതുപോലെ തന്നെ സ്നഗും ഡൗട്ട് വരും. ആ 2 പോയിന്റും PSC ചോദിച്ചിട്ടുമുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ചിത്രം കണ്ടോ? ഇത് ഫിക്സഡ് അല്ല കേട്ടോ. ഇത് ഫിക്സഡ് ടൈപ്പ് അല്ല കേട്ടോ. ഇത് ഫിക്സഡ് അല്ല, ഇത് യൂണിവേഴ്സലാണ് കേട്ടോ. ഫിക്സഡ് അതാ ഈ അടിഭാഗ ചിത്രമാണ്. ഇതാണ് ഫിക്സഡ് ടൈപ്പ് സർഫസ് പ്ലേറ്റ്. സ്നഗിൻ്റെ മുകളിലാണ് സ്ക്രൈബ് വെച്ചിട്ടുള്ളത് കണ്ടോ. ഈ ഭാഗമാണ് സ്നഗ്. ഈ സ്നഗ് എവിടെ വെച്ചിട്ടുള്ളത്? ഈ സ്പിൻഡിലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ മുകളിലൂടെ ഈ സ്നഗ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പോട്ടും അടിഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ നെറ്റ് ലൂസാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ? ആ സ്നഗ് പോകുമ്പോൾ എന്ത് ചെയ്യും? കൂടെ ആരും പോകും? സ്ക്രൈബറും കൂടി അടിയിൽക്കും മുകൾക്കും പോകും. അപ്പോൾ സ്ക്രൈബർ അറ്റാച്ച്ഡ് ടു സ്നഗ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ വിയ സ്പിൻഡിൽ. ബേസ് എന്തിനാണ്? ഹെവി ഫ്ലാറ്റ് ബേസ്, ജസ്റ്റ് സപ്പോർട്ടിങ് പീസാണ്. നമുക്ക് നോക്കുക. അതാണ് ഡാറ്റം പ്ലെയിനിൽ വെക്കുക കേട്ടോ. ചിത്രം നോക്കി വെക്കാം. ദി ഫിക്സഡ് ടൈപ്പ് സർഫസ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹെവി ഫ്ലാറ്റ് ബേസ്. പഠിച്ചു അല്ലേ? സ്പിൻഡിൽ ഇപ്പം എന്താ? നമ്മൾ നേരെ വയ്ക്കുന്ന പോസ്റ്റ് എന്താണ്? ഫിക്സഡ് അപ്രൈറ്റ് ടു വിച്ച് എ സ്ക്രൈബർ ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ സ്നഗ് ആൻഡ് ക്ലാംനെറ്റ്. ഈ സ്നഗിൻ്റെ മുകളിലാണ് എന്ത് വെക്കുക? സ്ക്രൈബർ വെക്കുക. അത് മാറിപ്പോകരുത് കേട്ടോ. ഇനി യൂണിവേഴ്സൽ സർഫസ് ഗേജ് കണ്ടോ? ചിത്രം കണ്ടോ? നിങ്ങൾ ചിത്രം കണ്ടോ? അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദി സ്പിൻഡിൽ ക്യാൻ ബി സെറ്റ് ടു എനി പൊസിഷൻ. ഈ സ്പിൻഡിൽ കണ്ടോ? അടിഭാഗത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? അത് നമുക്ക് തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടോ? ഇത് തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്പിൻഡിലിന് എന്ത് ചെയ്യുക? ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും വെക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ക്വിക്ക്ലി. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ശരിയാക്കി എടുക്കാം. ക്യാൻ ആൾസോ ബി യൂസ്ഡ് ഓൺ സിലിണ്ടറിക്കൽ സർഫേസ്. സിലിണ്ടറിക്കൽ സർഫസിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആര്? വി ബ്ലോക്ക് അല്ലെങ്കിൽ വി ഗ്രൂവ്. ഓക്കെ ആണോ? വി ബ്ലോക്ക് അല്ല കേട്ടോ, വി ഗ്രൂവ് ആണ്. ഈ വി ഗ്രൂവ് ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ഏത് സർഫസ് ഗേജിൻ്റെ മുകളിലാണ് വി ഗ്രൂവ് ഉള്ളതെന്ന് പറയുന്നത് ഏതാണ്? യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ സിലിണ്ടറിക്കൽ പാർട്സിൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സർഫസ് ഗേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സർഫസ് ഗേജാണ്. പിന്നെ ഈ റോക്രാമിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റോക്രാമാണ് ആര്? സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾ. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ സ്നഗ് കൊടുത്തിട്ടുണ്ട്. സ്നഗിൻ്റെ മുകളിലാണ് ആര് കൊടുക്കുക? സ്ക്രൈബ് കൊടുക്കുക. രണ്ടും കൂടി അവിടെ കൊടുക്കും. സ്പിൻഡിലിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ബാക്കിയുള്ള കാര്യം കൂടി നമുക്ക് നോക്കി നോക്കാം. ഇനി സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇവിടുന്ന് PSC ചോദിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വി ഗ്രൂവിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, റോക്രാമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ റോക്രാമിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കുന്നത്? സ്പിൻഡിൽ കൊടുക്കുന്നത്. ഏതിൻ്റെ കേസിൽ?
യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ കേസിൽ നമ്മൾ സ്പിൻഡിൽ കൊടുക്കുന്നത് റോക്ക് റാമിൻ്റെ സഹായത്തോടു കൂടിയാണ്. എവിടെ? വി ഗ്രൂവ് ഉള്ള ബേസിൽ. ഇനി അടുത്തത് സ്കൈബർ നോക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ചാൽ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചില്ലേ, മാർക്കിംഗ് ഓഫ് ടേബിൾ പഠിച്ചു, സർഫസ് പ്ലേറ്റ് പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ച് കാലിപ്പേഴ്സ് പഠിച്ച്, കാലിപ്പേഴ്സിൽ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു? സ്പെഷ്യൽ കാലിപ്പറായ ജെന്നി കാലിപ്പർ പഠിച്ചു. അതിന് ഹീൽ ടൈപ്പ് ഉണ്ട്, ബെൻഡ് ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ട്രൈ സ്ക്വയർ അതിൻ്റെ ഇടയിൽ പഠിച്ചു അല്ലേ. പിന്നെ ഇതിന് തൊട്ട് മുന്നേ ഏതാ പഠിച്ച് നമ്മുടെ സർഫസ് ഗേജ് പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ സർഫസ് ഗേജ് പഠിച്ചു. അതെ, അത്രയും കാര്യങ്ങളാണ് പഠിച്ചു. സർഫസ് ഗേജിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിക്സഡ് ടൈപ്പ്, ഒന്ന് യൂണിവേഴ്സൽ ടൈപ്പ്. യൂണിവേഴ്സൽ ടൈപ്പിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുള്ളത് റോക്കാമിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ കഴിയുകയാണ്. ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബി ഗ്രൂവ് ഉള്ളത് ഏതിൻ്റെ മുകളിലാണ്? യൂണിവേഴ്സൽ സർഫസിൻ്റെ ഗേജിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് തൊട്ട് അടുത്ത് തന്നെ അടുത്ത ടോപ്പിക്ക് നോക്കാം. സ്കൈബർ നോക്കാം. ഇനി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എല്ലാവർക്കും അറിയാം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ സ്കൈബ് ലൈൻസ് ടു ഇൻഡിക്കേറ്റ് ദി ഡയമെൻഷൻസ് ഓഫ് വർക്ക് പീസ് ടു ബി ഫില്ഡ് ഓർ മെഷീൻഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാർബൺ സ്റ്റീൽ വിച്ച് ഈസ് ഹാർഡൻഡ് കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സ്കൈബർ ഉപയോഗിക്കുക. നമ്മൾ നേളിങ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ, എന്തിനാണ് നമ്മൾ കൈ ഇവിടെ ഉപയോഗിക്കുക? ഈ ബെൻഡിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഗ്രിപ്പ് കൊടുക്കും. അല്ലെങ്കിൽ ഈ സ്ട്രൈറ്റ് പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കൈ ഇവിടെ വെക്കും. ഇനി ഏതാ മെറ്റീരിയൽ എന്ന് ചോദിക്കും. മെറ്റീരിയൽ ഏതൊക്കെ? സർഫസ് പ്ലേറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ട്രൈ സ്ക്വയറിൻ്റെ മെറ്റീരിയൽ ഏതാണ്? ഹാർഡൻഡ് സ്റ്റീൽ. ട്രൈ സ്ക്വയറിൻ്റെ മെറ്റീരിയൽ നമ്മൾ പഠിച്ചു അല്ലേ. ഏതാണ്? ഹാർഡൻഡ് സ്റ്റീൽ. കളർ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കാസ്റ്റ് ആണെന്ന് തോന്നും. നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മറക്കും. നിങ്ങൾക്കുള്ളൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നോട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കൈബറിൻ്റെ മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ മാത്രമല്ല, എന്താണ്? ഹാർഡൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വേറൊരു മെറ്റീരിയലിന് മുകളിൽ ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പോൾ ഒരിക്കലും ഇത് ഫെയിൽ ആവാൻ പാടില്ല. ഫോർ ഡ്രോയിങ് ക്ലിയർ ഷാർപ്പ് ലൈൻ ദി ഫൈൻ പോയിന്റ് ഈസ് ഗ്രൗണ്ട് അറ്റ് 1 end. ഒരു എൻഡിൽ ഉണ്ടാവും നല്ല ഫൈൻ പോയിന്റ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. വൺ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് പ്ലെയിൻ സ്കൈബർ. അതിൻ്റെ ചിത്രം നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലില്ല കേട്ടോ. ഇനി ഇത് ബെൻഡ് സ്കൈബറും രണ്ടും കൂടി ഉള്ളതാണ് ഈ ചിത്രം. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നത്. പോക്കറ്റ് സ്കൈബർ കണ്ടോ നിങ്ങൾ? പോക്കറ്റിലേക്ക് വെക്കാൻ കഴിയുന്ന ടൈപ്പില്ലേ. നൈഫ് എഡ്ജ് സ്കൈബർ കണ്ടോ നിങ്ങൾ? എഡ്ജ് കണ്ടോ നിങ്ങൾ? ഈ ഒരു എഡ്ജ് കണ്ടോ? നൈഫ് എഡ്ജ് കണ്ടോ? ഇനി മെഷീൻസ് സ്കൈബർ കണ്ടോ? ഡബിൾ എൻഡ് സ്കൈബർ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഒരുപാട് ടൈപ്പ് സ്കൈബർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രൈറ്റും പിന്നെ ഈ കമ്പൈൻ ആയിട്ടുള്ള സ്ട്രൈറ്റും ബെൻഡും ആയിട്ടുള്ള കമ്പൈൻ ആയിട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നൈഫ് എഡ്ജ് കണ്ടോ നിങ്ങൾ? നൈഫ് എഡ്ജ് കണ്ടോ? നൈഫ് ബ്ലേഡും ഉണ്ടാവും, ഒരറ്റത്ത് സ്ട്രൈറ്റ് പോയിന്റും ഉണ്ടാവും. നൈഫ് എഡ്ജ് ക്വസ്റ്റ്യൻ വരിക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കാരണം നടുവിൽ എന്ത് ചെയ്യാം? നമുക്ക് പിടിക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ സ്ട്രൈറ്റ് പോയിന്റ് ഉണ്ടാവും, ഒരു സൈഡിൽ നൈഫ് എഡ്ജും ഉണ്ടാവും. അപ്പോൾ സ്കൈബർ നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം കഴിഞ്ഞു. പിന്നെ the point of the skyber should be ground and honed frequently for maintaining sharpness. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് പോക്കറ്റിൽ വെക്കുമ്പോൾ ഇച്ചിരി നോക്കണം എന്നൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. അതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് വീൽ ബേസ്, വീൽ ട്രാക്ക് ആൻഡ് മെഷറിംഗ് ടൈപ്പ്. ജസ്റ്റ് സിമ്പിളാണ്. വീൽ ബേസ് പറഞ്ഞാൽ വീൽ ബേസും വീൽ ട്രാക്കും ഈ ചിത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. വീൽ ബേസ് രണ്ടിൻ്റെ ആക്സിൽ കണ്ടോ? ആക്സിലുകൾ നമ്മൾ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വിളിക്കാം. ഇനി മുന്നിൽ നോക്കുമ്പോൾ ടയറിൻ്റെ ട്രാക്ക് ആകുമ്പോൾ 2 ടയർ നമ്മൾ കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ട്രാക്ക് ആണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കി നോക്കാം. വീൽ ബേസ് ഈക്വൽ ദി സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് റിയർ വീൽസ്. ഇനി ആക്സിലാണെങ്കിലും നമുക്ക് കൊടുക്കാം. 2 ആക്സിൽ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി വീൽ അല്ലെങ്കിൽ വീൽ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ദി സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസ് ഫ്രണ്ട് വീലിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് ആട്ടോ. സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുക? നമ്മൾ അളവെടുക്കുക.
മെഷറിംഗ് ടൈപ്പ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, എന്താണ്, ഫ്ലെക്സിബിൾ റൂളറാണ് ആൾ അല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിബൺ, ക്ലോത്ത്, പ്ലാസ്റ്റിക്, ഫൈബർ ഗ്ലാസ്, മെറ്റൽ സ്ട്രിപ്പ് എല്ലാം ഉണ്ടാക്കാം അല്ലേ, വിത്ത് ലൈൻസ് ഫോർ മെഷർമെൻറ്റ്. അതിൻ്റെ മുകളിൽ ലൈൻസ് ഉണ്ടാകും. ഇറ്റ് ഈസ് വെരി കോമൺ മെഷറിംഗ് ടൂൾസ് യൂസ്ഡ് ബൈ മെനി പീപ്പിൾ. അവൈലബിൾ റേഞ്ച് എത്രയാണ്? 3 മീറ്ററിൽ കിട്ടും, 5 മീറ്ററിൽ കിട്ടും, 10 മീറ്ററിൽ കിട്ടും. ടൈപ്സ്: പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്, മെറ്റൽ ടൈപ്പ് ഉണ്ട്, ഫൈബർ ഗ്ലാസ് ഉണ്ട്, റിബൺ ക്ലോത്ത് ഉണ്ട്. ഈ റിബൺ ക്ലോത്തിൻ്റെ കേസിൽ ഈ 10 മീറ്റർ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം 10 മീറ്ററിലേക്കാളും കൂടുതൽ കിട്ടുന്ന റിബൺ ക്ലോത്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിച്ചു വെക്കുക. പ്ലാസ്റ്റിക് ടൈപ്പ്, മെറ്റൽ ടൈപ്പ്, ഫൈബർ ഗ്ലാസ്, റിബൺ ക്ലോത്ത്. മെഷർ ടൈപ്പ് എല്ലാവരും കണ്ടാലേ. ഈ ഒരു പോയിന്റിന് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ അത് പഠിച്ചു വരുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഈ സാധനം. ഇനി ഇതൊന്നും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദി അക്യൂറസി ഇൻ എ മെട്രിക് സിസ്റ്റം ഈസ് 1 മില്ലിമീറ്റർ. മില്ലിമീറ്ററാണ് ഇത് നമ്മുടെ മെട്രിക് സിസ്റ്റത്തിൽ ഏറ്റവും ചെറിയ അളവ് എത്ര? 1 മില്ലിമീറ്റർ ആണ്. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ എത്രയാണ്? 1/8 ഇഞ്ച് അല്ലേ, 1 ഇഞ്ചിൻ്റെ 1/8 ഭാഗം. Limitation: accuracy is not possible because the tape is flexible and likely to elongate while measuring long range and long distance. ചില ടൈപ്പൊക്കെ എന്ത് ചെയ്യും, നടുഭാഗം ബെൻഡ് ചെയ്യും, പിന്നെ ഇലോങ്ങേറ്റ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അക്യൂറസി എന്ത് ചെയ്യും, ആ ടൈമിലൊന്നും പോസിബിൾ അല്ല. അടുത്തതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, അടുത്തതാണ് ഏതാണ്? ലെങ്ത് മെഷർമെൻറ്റ്. വെൻ മെഷറിങ് ആൻ ഒബ്ജക്റ്റ് വി ആക്ച്വലി കമ്പയർ. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഏതോ ഒരു രാജ്യത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്കെയിലുണ്ട്, അതിൽ നിന്നാണ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, വി ആക്ച്വലി കമ്പയറിങ് ഇറ്റ് വിത്ത് നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ്. ലീഗൽ മെട്രോളജിയുടെ എക്സാം ഉണ്ടാകുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ആ പോയിൻ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആ ടോപ്പിക്ക് നോക്കുക. ഇപ്പോൾ എനിക്ക് ആ കറക്റ്റ് രാജ്യത്തിൻ്റെയും സ്ഥലത്തിൻ്റെ പേര് കിട്ടുന്നില്ല. ദി ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ആസ് പെർ SI എന്താണ്? മീറ്ററാണ്. ഓക്കെ ആണോ? ബേസ് യൂണിറ്റ് SIയിൽ എന്താ? മീറ്ററാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാവരും പഠിക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്ററാണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. PSC ചോദിച്ചിട്ടുണ്ട്, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. മൈക്രോമീറ്ററിൻ്റെ കേസ് PSC ഇഷ്ടംമാതിരി ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 0.001 മില്ലിമീറ്ററാണ്. നമ്മൾ ട്രൈ സ്ക്വയറിൻ്റെ കേസിൽ എത്രയാണ് അക്യൂറസി പഠിച്ച്? 0.002 മില്ലിമീറ്ററാണ്. ഓക്കെ ആണോ? മെഷർമെൻറ്റ് ഇൻ എൻജിനീയറിംഗ് പ്രാക്ടീസ് എന്താണ്? മില്ലിമീറ്ററാണ് എൻജിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രിഫർ ആയിട്ടുള്ള യൂണിറ്റ് ആട്ടോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബോത്ത് ലാർജ് ആൻഡ് സ്മാൾ ഡയമെൻഷൻസ് എൻജിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ എങ്ങനെ അളക്കുക? മില്ലിമീറ്ററിലാണ് അളക്കുക. കാരണം അത്രയും അക്യൂറേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാൽക്കുലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡാണ് കേട്ടോ ഉപയോഗിക്കുക. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ മാറി വരുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പിന്നെ റെഗുലർ സ്റ്റീൽ റൂൾ and in vernier caliper the main scale reading of metric in the bottom and imperial inch in the top corresponding vernier scale എന്തായിരിക്കും? നമ്മൾ സ്കെയിലും അതുപോലെ കണ്ടിട്ടുണ്ടല്ലേ, ഒരു ഭാഗം എന്ത് ചെയ്യും, നമ്മളെ മെട്രിക് സിസ്റ്റം കൊടുക്കും, മറ്റൊരു ഭാഗത്ത് എന്ത് കൊടുക്കും, നമ്മളെ ഇഞ്ച് സിസ്റ്റം കൊടുത്തുകൊണ്ടിട്ടുണ്ട്. ഇനി എന്താണ് സ്റ്റീൽ റൂൾ? ഇതാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, PSC പോയിന്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ടെന്ന്, ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ടേ. നേരെ തിരിച്ചും ചോദിക്കാം. ഇനി സ്റ്റീൽ റൂൾ എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, SS. ഓക്കെ ആണോ? സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. സ്റ്റീൽ റൂൾ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എന്ന് വിചാരിക്കുന്നത്. ഇനി ദി സർഫസ് ഓഫ് ദി സ്റ്റീൽ റൂൾ ഈസ് സാറ്റിൻ ഫിനിഷ്ഡ്. എല്ലാവർക്കും അറിയാം അല്ലേ? ടു റെഡ്യൂസ് ഗ്ലയർ ആൻഡ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ്. എന്തിനാണെന്ന് ആർക്കും അറിയുണ്ടാവില്ല. എന്തിനാണ്? ടു റെഡ്യൂസ് ഗ്ലയർ അല്ലേ? നമുക്ക് അതിമൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ്, തുരുമ്പെടുക്കാനും പാടില്ല. അതുകൊണ്ടാണ് സാറ്റിൻ കോം അല്ലേ, നമ്മൾ പോളിഷിങ്ങിലും പറയില്ലേ സാറ്റിൻ ഫിനിഷ് മതിയെന്ന്. ഗ്ലോസി വേണ്ടെന്ന് പറയും, ഗ്ലോസി വേണ്ട സാറ്റിൻ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമ്മളെ കണ്ണ് മഞ്ഞളിക്കും ആൻഡ് പ്രിവെൻറ്റ് റസ്റ്റിംഗ്. ഈ സൈസസ് ഓഫ് സ്റ്റീൽ റോൾസ്, സൈസസ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ജോമെട്രി ബോക്സിൽ 15 സെൻറ്റിമീറ്റർ, പിന്നെ നമുക്ക് അവൈലബിൾ 30 സെൻറ്റിമീറ്റർ ആണ്. ലാസ്റ്റ് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ദി എഞ്ചിനീയർ സ്റ്റീൽ റൂൾ ഈസ് ഗ്രാജുവേറ്റഡ് എങ്ങനെയാണ്? 10 മില്ലിമീറ്ററിൽ ഒരു വലിയ വര ഉണ്ടാവും, 5 മില്ലിമീറ്റർ അതിനേക്കാളും ചെറിയൊരു വര ഉണ്ടാവും, പിന്നെ 1 മില്ലിമീറ്ററിലും 0.5 മില്ലിമീറ്ററിലും വര ഉണ്ടാവും. നിങ്ങൾ നോക്കുക കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അക്യൂറസി എത്ര ആയിരിക്കും നിങ്ങൾ നോക്കി നോക്കാം. അക്യൂറസി എത്ര ആയിരിക്കും? ഏറ്റവും ചെറിയ കൗണ്ട് ആയിട്ടുള്ള 0.5 മില്ലിമീറ്ററാണ് അക്യൂറസി. 0.5 മില്ലിമീറ്ററാണ് അക്യൂറസി വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിംഗ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും എന്താണ്? സാറ്റിൻ ഫിനിഷ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ഇനി എന്താണ് എയർ ഇമ്പാക്റ്റ് റിഞ്ച് അല്ലെങ്കിൽ എയർ റാച്ചറ്റ്? നമ്മൾ
നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മളിപ്പോൾ വല്ല ഖനിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ വല്ല ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ നമ്മളെ LPGയുടെ CNGയുടെ ഒക്കെ ഒരു മൈന്യൂട്ട് അളവ് കിട്ടി അതിന് എന്ത് ചെയ്യും, സ്പാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കത്തി പിടിക്കില്ല, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഉപയോഗിക്കത്തില്ല. കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഡ്രില്ല് കണ്ടിട്ടുണ്ടോ, കറണ്ടിൻ്റെ ഡ്രില്ല് കണ്ടിരിക്കണം, അതെന്ത് ചെയ്യും, അതിൻ്റെ ബ്രഷ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിൽ ഉരതുമ്പോൾ എന്ത് ചെയ്യും, സ്പാർക്ക് ഉണ്ടാവും. കാരണം അത് അങ്ങനെയാണ് കറണ്ട് കൊടുക്കുക. ആ സ്പാർക്ക് മതി നമുക്ക് ഡേഞ്ചർ ആവാൻ. അതുപോലും നമ്മൾ അനുവദിക്കാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, എയർ ഇമ്പാക്റ്റ് റിഞ്ച് അല്ലെങ്കിൽ എയർ മോട്ടോർ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ, എയറിൻ്റെ സ്റ്റാപ്ലർ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ സോഫ ഇൻഡസ്ട്രിയിലൊക്കെ. അപ്പോൾ എയറിന് ഭയങ്കര പക്ക പവറാണ് കംപ്രസ്ഡ് എയറിന്. അത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരുപാട് മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കണം. അതിൽ ഫസ്റ്റ് വന്നാണ് എയർ ഇമ്പാക്റ്റ് റിഞ്ച്. 2 ടൂൾ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് രണ്ടും ഒന്നാന്ന് തോന്നും. ഒന്ന് എയർ ഇമ്പാക്റ്റ് റിഞ്ചാണ്, ഒന്ന് എയർ റാച്ചറ്റാണ്. അല്ലേ, നോക്കി നോക്കുക, കംപ്രസർ എയറാണ് ഇവിടെ ഉപയോഗിക്കുക. നമ്മൾ എയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു വെയിൻ പമ്പിൻ്റെ പോലത്തെ ഒരു മോട്ടർ ഉണ്ടാവും, അതിലേക്ക് എയർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക. ഇനി ഈ കംപ്രസ്ഡ് എയർ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു കംപ്രസർ വേണം. അതിന് നമുക്ക് എന്ത് വേണം, ഇലക്ട്രിസിറ്റി വേണം. The air impact range is to be used along with a specially hardened impact socket extension and joined to withstand sudden force. ഇത് നമ്മൾ എക്സ്പാൻഷൻ എന്ത് ചെയ്യും, സോക്കറ്റ് എക്സ്റ്റൻഷൻ എല്ലാം നമ്മൾ കൊടുക്കും, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇനി ജനറലി എ സ്പെഷ്യൽ 6 ഇഞ്ച് പിൻ സോക്കറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എയർ ഇമ്പാക്റ്റ് റേഞ്ച്. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. 6 ഇഞ്ച് ആ സൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആ സോക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. ചിത്രം കണ്ടോ, ഫിഗർ 2 കണ്ടോ, ഈ 3 ഷേപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ അളവ് ഞങ്ങൾ പഠിച്ചു വെക്കുക. ജനറലി എ സ്പെഷ്യൽ 6 ഇഞ്ച് പിൻ സോക്കറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എയർ ഇമ്പാക്റ്റ് റിഞ്ച്. ഇനി എന്താണ് എയർ റാച്ചറ്റ്, ഏതാണ് രണ്ടും ഒന്നാണോ എന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എയർ റാച്ചറ്റ് ഈസ് എ ക്വൈറ്റ് ഐഡൻറ്റിക്കൽ ടു ജനറൽ റാച്ചറ്റ് റിഞ്ച്. നമ്മൾ ജനറൽ റാച്ചറ്റ് റിഞ്ചുമായിട്ട് എന്താണ് ഐഡൻറ്റിക്കലാണ്. ഇറ്റ് ആൾസോ ഹാവിങ് സ്ക്വയർ ഡ്രൈവ് അറ്റ് ഡിഫറെൻറ്റ് സൈസസ്. ദി സോക്കറ്റ് ഡ്രൈവ് ഈസ് ടേൺഡ് ബൈ എയർ മോട്ടോർ. എയർ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൻ മോട്ടർ, നമ്മൾ ഓയിൽ പമ്പിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആ വെയിൻ പമ്പിൻ്റെ മാതിരിയുള്ള ഒരു മോട്ടർ. വെൻ വി പുൾ ദി ട്രിഗർ, എയർ മോട്ടോർ ഗെറ്റ് ആക്ടിവേറ്റഡ് ഇൻ ഇറ്റ് ടേൺസ് ദി സോക്കറ്റ് ഡ്രൈവ്. ദി ഡയറക്ഷൻ ഓഫ് സോക്കറ്റ് ഡ്രൈവ് ക്യാൻ ബി ചേഞ്ച്ഡ് ടു ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ആസ് പെർ യൂസർ റിക്വയർമെൻറ്റ്. എയർ റാച്ചറ്റ് ഓപ്പറേറ്റ് വിത്ത് മോർ സ്പീഡ് അൺലെസ് ടോർക്ക്. ഇൻ കേസ് വേർ ദി മോർ ടോക്ക് ഈസ് റിക്വയർഡ് വി ഷുഡ് യൂസ് എയർ ഇമ്പാക്റ്റ് റേഞ്ച്. ഈ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതിലെ ടോക്ക് ഉപയോഗിക്കുക, എയർ ഇമ്പാക്റ്റ് റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും, ടോക്ക് ഉപയോഗിക്കും. എയർ റാച്ചറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നല്ല ടയറിൻ്റെ ഒക്കെ ഒരു നെറ്റ് ഉണ്ട് കരുതിക്കോ, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എയർ ഇമ്പാക്റ്റ് റേഞ്ച് ആദ്യം ഉപയോഗിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എയർ റാച്ചറ്റ് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഇനി എയർ ചിസൽ. എയർ ചിസൽ നിങ്ങൾ പാറ തുളക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. എയർ ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഫോർ കട്ടിങ് ദി ബോൾട്ട് ഓർ നെറ്റ് ഓഫ് ദി വെഹിക്കിൾ ബോഡി ഷീറ്റ്. നമുക്ക് കിട്ടുന്നില്ലാണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ നെറ്റും ബോൾട്ടും കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കാം. ഈ കംപ്രസ്ഡ് എയർ എങ്ങനെ ഉപയോഗിക്കുക, ഒരുപാട് ഫോഴ്സ് ഉപയോഗിക്കും, ഒരുപാട് ഫോഴ്സ് വരും. മച്ച് എഫിഷ്യൻറ്റ് ദാൻ എ ഹാൻഡ് ചിസൽ ആൻഡ് ഹാമർ. നമ്മൾ കൈ കൊണ്ട് ഉളി അടിച്ച് പൊട്ടിക്കണേക്കാൾ നല്ലതാണ് എന്ത് ചെയ്യുക, ഈ എയർ ചിസൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എയറിൻ്റെ മോട്ടർ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എയർ ചിസൽ പഠിച്ചു, എയർ ഇമ്പാക്റ്റ് റേഞ്ച് പഠിച്ചു, എയർ റാച്ചറ്റ് പഠിച്ചു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, എയർ ഇമ്പാക്റ്റ് റിഞ്ചാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ വിട്ടത്. ഇനി അടുത്ത എന്താണ്, ഹാൻഡ് ടൂൾസ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും പഞ്ചമാർക്ക് കൊടുക്കണം. 2-3 സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പഠിച്ചില്ല, ഡിവൈഡർ പോയിൻറ്റിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു 30 ഡിഗ്രി പ്രിക് പഞ്ചാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പിൽ പഞ്ച് ഉണ്ട് നമുക്ക് നോക്കാം അല്ലേ. എന്തിനാ പഞ്ച് ഉപയോഗിക്കുക, ടു മാർക്ക് പൊസിഷൻ ഓൺ വർക്ക്. ഒരു വർക്ക് പീസിൻ്റെ മുകളിൽ നമുക്ക് പക്ക പൊസിഷനും ലേഔട്ടൊക്കെ മായാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ച് ഉപയോഗിക്കാം. അതിൽ ഫസ്റ്റ് 3 ടൈപ്പ് പഞ്ചുണ്ട്. പ്രിക് പഞ്ച് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിക് പഞ്ചും സെൻറ്റർ പഞ്ചും. ഈ പ്രിക് പഞ്ചിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രിക് പഞ്ചിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. PDC പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഞാൻ മൗസാണ് ഉപയോഗിക്കുന്നത്, അതാണ് പെന്ന് ചീസ്ലോ. PDC 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കേട്ടോ. പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. അപ്പോൾ ആദ്യം പ്രിക് പഞ്ച് എന്ന് പറയുമ്പോൾ ഈ 30 ഡിഗ്രിനെയും 60 ഡിഗ്രിനെയും നമുക്ക് എന്ത് ചെയ്യാം, പ്രിക് പഞ്ച് എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ പ്രിക് പഞ്ച് എന്ന് പറയുമ്പോൾ ചിത്രം കണ്ടോ നിങ്ങൾ,
കൈ പിടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെയിൽഡ് പോർഷൻ ഉണ്ട്, ഒരു ഗ്രിപ്പുള്ള പോർഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ അടിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിൻ്റെ അടിയിലാണിത് കണ്ടോ പോയിൻ്റ് കാണുന്നത്. പോയിൻറ്റിൻ്റെ ആംഗിൾ കണ്ടോ നിങ്ങൾ, 60 ഡിഗ്രിയാണ്. അപ്പോൾ ക്വിക്ക് പഞ്ച്, ദീസ് പഞ്ചസ് ആർ യൂസ്ഡ് ടു മേക്ക് വിറ്റ്നസ് മാർക്ക് ഓൺ സ്ക്രൈബ്ഡ് ലൈൻസ്. അപ്പോൾ 60 ഡിഗ്രി ഉള്ള പഞ്ചാണ് നമ്മൾ, 60 ഡിഗ്രി ആംഗിളുള്ള ക്വിക്ക് പഞ്ചാണ് നമ്മളിത് വിറ്റ്നസ് മാർക്കിന് വേണ്ടി ഉപയോഗിക്കുക. എഴുതി വെച്ചോളൂ, 60 ഡിഗ്രി ആംഗിളുള്ള പോയിൻ്റ് ആംഗിളുള്ള ക്വിക്ക് പഞ്ചാണ്. കാരണം ക്വിക്ക് പഞ്ചിൽ വരുന്ന തന്നെയാണ് ഇത്, ക്വിക്ക് പഞ്ചിൽ വരുന്ന തന്നെയാണ് ഇത് 60 ഡിഗ്രി. ഓക്കെ ആണോ? നമ്മളതിനെ എന്ത് വിളിക്കും, ഡോട്ട് പഞ്ച് എന്നും കൂടി വിളിക്കും. അപ്പോൾ ഡോട്ട് പഞ്ച് എന്തിനാ ഉപയോഗിക്കുക, വിറ്റ്നസ് മാർക്ക് ഓൺ സ്ക്രൈബ്ഡ് ലൈൻസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഞാനിവിടെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവും. പഠിച്ചോളൂ കേട്ടോ. PDC 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഡിവൈഡർ പോയിൻ്റ്, ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് വിറ്റ്നസ് മാർക്ക്, ഇവിടെ സെൻറ്റർ. PDC 30, 60, 90, DWC. അപ്പോൾ ക്വിക്ക് പഞ്ച് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് ഡിവൈഡർ പോയിൻ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഡോട്ട് പഞ്ച്, ഈ ഡോട്ട് പഞ്ചിന് നമുക്ക് എന്ത് വിളിക്കുക, ഒരു ക്വിക്ക് പഞ്ച് തന്നെയാണ്, അത് 60 ഡിഗ്രിയാണ്, വിറ്റ്നസ് മാർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഈ ചിത്രം കണ്ട മാതിരി, ചിത്രം കണ്ട മാതിരി. ഇനി മൂന്നാമത്തെയാണ് സെൻറ്റർ പഞ്ച്, 90 ഡിഗ്രിയാണ്. നമ്മൾ ഡ്രില്ല് വെക്കുമ്പോൾ നമുക്ക് തെന്നി പോകുന്ന ഒരു കേസ് പറഞ്ഞില്ല മുമ്പ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് സെൻറ്റർ പഞ്ച്. പഞ്ചിൻ്റെ ഈ പഠിക്കേണ്ടതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഞ്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കുക, നിങ്ങളുടെ ഭാഷയിൽ എഴുതിയെടുക്കുക. ഈ 60 ഡിഗ്രി ഡോട്ട് പഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്, ക്വിക്ക് പഞ്ച്. അതാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്, അത് മാത്രമേ ഒരു ട്വിസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ നമുക്ക് ബാക്കി നോക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന കേസായിരിക്കും, ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ഈ വിറ്റ്നസ് മാർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യുക, ലൈൻസൊക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മൾ ലാബ് വർക്കിൽ നമ്മൾ V കട്ട് ചെയ്യുമ്പോഴും T കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ 60 ഡിഗ്രി പഞ്ചാണ്, ക്വിക്ക് പഞ്ചാണ് കൊടുക്കുക. ഞാൻ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്, ഡോട്ട് പഞ്ച്. ഇനി കോമ്പസിനും ഡിവൈഡറിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, 30 ഡിഗ്രി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറൊരു ഉപയോഗമാണ് ടു ചെക്ക് ദി ലൊക്കേഷൻ ഓഫ് ദി സെൻറ്റർ പൊസിഷൻ ബിഫോർ സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ക് പഞ്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അടിച്ചു വെക്കാം. അതിൻ്റെ പവർ എത്ര നമുക്ക് നോക്കി വെക്കാം. ഒരു 10 സെൻറ്റിമീറ്റർ, ഒരു 100 മില്ലിമീറ്റർ ക്വിക്ക് പഞ്ച് വിത്ത് 7, അതായത് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ക്വിക്ക് പഞ്ച് വിത്ത് 7 mm ഡയമീറ്റർ ബോഡി, 7 mm ഡയമീറ്റർ ബോഡി ഉണ്ട്. കുഡ് ഹാവ് 2.5 മില്ലിമീറ്റർ ഡയമീറ്റർ പോയിൻറ്റ്, അതിൻ്റെ പോയിൻറ്റ് 2.5 മില്ലിമീറ്റർ ആണ്. ഗ്രൗണ്ട് ടു ആൻ ആംഗിൾ 60 ഡിഗ്രി ഓർ 30 ഡിഗ്രി. ഇതാണ് ഞാൻ പറഞ്ഞത്, 60 ഡിഗ്രിനെയും 30 ഡിഗ്രിനെയും നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ക് പഞ്ച് എന്ന് വിളിക്കാം. അടുത്ത പോയിന്റ് ക്ലാസിഫിക്കേഷൻ ആണിത് സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ക്വിക്ക് പഞ്ച് സിമിലർ ആണ്, പക്ഷെ എന്താണ്, ലാർജർ ദാൻ ക്വിക്ക് പഞ്ചാണ് സെൻറ്റർ പഞ്ച്. ഇനി ഇതേ അളവ് നമ്മൾ നോക്കിക്കോട്ടോ, ഇതേ അളവാണ്, 10 മില്ലിമീറ്റർ ഡയമീറ്റർ ബോഡിയാണ്. അതാണ് ഇവിടെ 7 ആയിരുന്നു, ഇവിടെ നിന്നാണ് 10 ആണ്. അപ്പോൾ ഏതാണ് വലുത്, ഏതാണ്, സെൻറ്റർ പഞ്ചാണ് വലുത്. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, സെൻറ്റർ പഞ്ചാണ് വലുത്. ആൻഡ് ഇവിടെ എത്രയാണ്, 2.5 ഡയമീറ്റർ ആയിരുന്നു, ഇവിടെ എത്രയാണ്, 6 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി 30 ഡിഗ്രി ആയിരുന്നു, ഇവിടെ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഏത് പഞ്ചാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈസിൽ വലുത്, ഡയമീറ്റർ വലുതിൽ ഏതാണ്, സെൻറ്റർ പഞ്ചാണ്. രണ്ടും ഈ അളവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി എടുക്കുക കേട്ടോ. ഈ സെൻറ്റർ പഞ്ച് എന്തിനാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ടു ലൊക്കേറ്റ് ദി സെൻറ്റർ പൊസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദി ഡ്രിൽ ടു സ്റ്റാർട്ട് കറക്റ്റ്ലി. എന്നാൽ മാത്രം ഡ്രിൽ അവിടെ ഇറങ്ങിയിരിക്കത്തുള്ളൂ. ഇനി അടുത്തതാണ് സോളിഡ് പഞ്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് പഞ്ച് നമ്മൾ എന്ത് ചെയ്യും, പഞ്ച് പഠിക്കുമ്പോൾ നമ്മൾ ആകെ ഈ 3 പഞ്ച് മാത്രമേ പഠിക്കത്തുള്ളൂ, പക്ഷേ 2-3 പഞ്ചും കൂടി ഉണ്ട്. അതിലൊന്നാണ് സോളിഡ് പഞ്ച്. നമ്മൾ ഈ ബെൽറ്റ് തുളക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് പഞ്ചാണെന്ന് വിചാരിക്കുക. കണ്ടോ, ഒരു വുഡിൽ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പോലെ നിലത്തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വുഡിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. സോൾഡ് പഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വർക്ക് പീസിൽ ഹോൾ ഇടുകയാണ്. അപ്പോൾ അടിയിലേക്ക് പോയാൽ നിലത്ത് മുട്ടൂലേ, അപ്പോൾ ഈ പഞ്ചിൻ്റെ മുന കേട് വരില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു വുഡ് വെച്ചിട്ടുണ്ട്.
ഇനി റിവറ്റിംഗ് ഷീറ്റ് മെറ്റലിന് എന്ത് വേണം? റിവറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹോൾസ് വേണ്ടേ? ഹോൾസ് മസ്റ്റ് ബി ഈക്വലി സ്പേസ്ഡ് ആൻഡ് ലൈൻഡ് അപ്പ്. ദി ഹോൾസ് ഇൻ ദി മെറ്റൽ ആർ യൂഷ്വലി പഞ്ച്ഡ് വിത്ത് സോളിഡ് പഞ്ച്. ഷീറ്റ് മെറ്റൽ ആരും ഡ്രില്ല് ഉപയോഗിക്കാറില്ല. എന്താ ഉപയോഗിക്കുക? സോളിഡ് പഞ്ച് കൊണ്ടാണ് നമ്മൾ പഞ്ച് ചെയ്യാൻ വിചാരിക്കുക. ഇനി അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് സോളിഡ് പഞ്ച്. സോളിഡ് പഞ്ചിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പോയിൻ്റ് അടിയിലേക്ക് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹാർഡ് വുഡിൻ്റെ കേസിൽ വെക്കും, അടിയിൽ വെക്കും. ലെറ്റർ ആൻഡ് നമ്പർ പഞ്ച് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ദേ ആർ മോസ്റ്റ് കോമൺ ഇൻ ദി റിവേഴ്സ് ഇമേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ണാടി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദിസ് അലോ ദി എൻഡ് റിസൾട്ട് ടു ബി ഇമ്മീഡിയറ്റ്ലി റീഡബിൾ. പക്ഷേ ഒരു ടെസ്റ്റ് ഉണ്ട്. എവിടെ ടെസ്റ്റ് വരിക? നമ്മൾ മൗൾഡിങ്ങിൻ്റെ കേസിൽ ടെസ്റ്റ് വരും. ദിസ് ഈസ് എസെൻഷ്യൽ ഇൻ ദി കേസ് ഓഫ്, അതായത് ഒരു ഹൗവർ ദേ മേ ബി മെയ്ഡ് ആസ് എ പോസിറ്റീവ് ഇമേജ്. നമ്മൾ റിവേഴ്സ് ഇമേജ് പറഞ്ഞു, നമ്മൾ കോമൺ യൂസിൽ എന്ത് ഉപയോഗിക്കും? റിവേഴ്സ് ഇമേജ് ഉപയോഗിക്കും. പക്ഷേ പോസിറ്റീവ് ഇമേജ് എവിടെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡൈ ഓർ മോൾഡിങ് make and ensure that the finished product will be readable as a die or negative image. ഡൈ എന്താണ്? ഒരു നെഗറ്റീവ് ഇമേജാണ്. കാരണം എന്താണ്? നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു അലുമിനിയം കലം നമ്മൾ അല്ലെങ്കിൽ ഒരു ചട്ടി മോൾഡിങ് മുഖേന ഉണ്ടാക്കുകയാണ് ചോദിച്ചോ, അതിൻ്റെ മുകളിൽ എനിക്ക് എൻ്റെ പേര് എഴുതണം. ഞാൻ ഉണ്ടാക്കിയ അലുമിനിയാണ് ഇതിൽ എൻ്റെ പേര് എഴുതണം. അപ്പോൾ ഞാനതും ഏതാ കൊടുക്കേണ്ടത്? പോസിറ്റീവ് ഇമേജാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ വിചാരിക്കുന്നത്? പക്ഷേ ബാക്കി എല്ലാ കേസിലും എന്താണ്? റിവേഴ്സ് ഇമേജാണ് കൊടുക്കേണ്ടത്. ഇത് പഞ്ചിൻ്റെ കേസിൽ എൻ്റെ വിളിക്കുന്ന പേര് ലെറ്റർ നമുക്ക് പഞ്ച് ചെയ്യാം, നമ്പർ നമുക്ക് പഞ്ച് ചെയ്യാം. നമ്മളെല്ലാവരും ചെയ്തതാണല്ലേ. ഹോളോ പഞ്ചും കണ്ടോ, ഈ സോളിഡ് പഞ്ചും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽറ്റ് തുറക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ മന്തിയും ഉപയോഗിക്കാം കേട്ടോ. ഹോളോ പഞ്ച് ഇതിന് എന്ത് വേണം? അടിയിൽ പോയി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡ് എന്തെങ്കിലും കൊടുക്കണം. ഹോളോ പഞ്ചിൻ്റെ കേസിൽ എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഷീറ്റ് മെറ്റലിൽ തന്നെ, പക്ഷേ തിൻ ഷീറ്റ് മെറ്റൽ, അതുപോലെ തന്നെ ലെതർ, പ്ലാസ്റ്റിക്, കോർക്ക്, ബെൽറ്റ്, ഗ്യാസ്കറ്റ്, സീൽസ് ആൻഡ് സ്പേസേഴ്സ് മെയ്ഡ് യൂസിങ് ഹോളോ പഞ്ച്. അത് തിൻ ഷീറ്റ് മെറ്റീരിയൽ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഹോളോ പഞ്ച് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് കട്ട് ചെയ്ത് തന്ന മെറ്റീരിയലൊക്കെ ഇത് കൂടെ ഇങ്ങനെ കയറി വരാം. നല്ല രസമാണ് പരിപാടി, ഹോളോ പഞ്ച്. ഇനി യൂസിങ് സോളിഡ് ഓർ ഹോളോ പഞ്ച് നമ്മൾ പറഞ്ഞു തന്നെ എന്ത് ചെയ്യുക? അടിയിൽ വുഡ് വെച്ച് കൊടുക്കുക. ഇനി പിൻ പഞ്ച് നമ്മളിപ്പോൾ ഡിഫറൻഷ്യൽ മെക്കാനിസം കണ്ടിട്ടില്ല? നിങ്ങൾ ഡിഫറൻഷ്യലിലൊക്കെ എന്തുണ്ട്? ഒരു ലോക്ക് പിൻ ഉണ്ടല്ലേ, സ്പൈഡറിനെ ലോക്ക് ചെയ്യുന്ന ഒരു പിന്നില്ലേ, അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുക? പിൻ പഞ്ച് ഉപയോഗിച്ചിട്ടാണ്. പിൻ പഞ്ചസ് ആർ യൂസ്ഡ് ടു ഡ്രൈവ് ലൊക്കേറ്റിംഗ് ഓർ ലോക്കിംഗ്. പിന്നിനെ അടിച്ച് പുറത്താക്കുന്ന ആളാണ് പിൻ പഞ്ചാണ്. അവൈലബിൾ ഇൻ എ സെറ്റ് ഓഫ് 5 പിന്ന്. 5 തരത്തിൽ ഡയാമീറ്ററിലെ പിന്ന് നമ്മൾ ഉപയോഗിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എത്രയാണ്? 3, 4, 5, 6, 8, 7 ഇല്ല കേട്ടോ. വിത്ത് എ നേൾഡ് ബോഡി ടു എ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 150 മില്ലിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ നീളം. ഇതുണ്ടോ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ഒരു പിൻ പഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോളിഡ് പഞ്ചും ഹോളോ പഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ പഞ്ചും ലെറ്റർ പഞ്ചും എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ മൗൾഡിങ്ങിൻ്റെ കേസിൽ മാത്രമേ പോസിറ്റീവ് ഇമേജ് ഉള്ളൂ, ബാക്കിയെല്ലാം റിവേഴ്സ് ഇമേജ് ആണ്. ഇനി അടുത്താണ് ചിസൽ നമുക്ക് നോക്കി നോക്കാം.